നമസ്കാരം. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടാത്തവരായി ആരുമില്ല. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ എത്ര പരിശ്രമിച്ചാലും ഫലം ലഭിക്കാതെ വരാറുണ്ട്. അതിനെയാണ് നമ്മൾ കഷ്ടകാലം എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഗ്രഹനിലയിൽ വന്നിരിക്കുന്ന വൻ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത് വലിയൊരു വിഭാഗം ആളുകളുടെ ദുരിതപർവം അവസാനിക്കാൻ പോകുന്നു എന്നാണ്. പ്രത്യേകിച്ച് ഈ 11 നക്ഷത്ര ജാതകർക്ക് വരാനിരിക്കുന്നത് സുവർണ കാലഘട്ടം തന്നെയാണ്. ചില പ്രവചനങ്ങൾ അങ്ങനെയാണ്, സത്യമാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഗ്രഹങ്ങളുടെ സഞ്ചാരപഥം അത്രമേൽ അനുകൂലമായി മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എന്നറിയാൻ വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള 11 നക്ഷത്ര ജാതകരെയാണ് ഇന്നിവിടെ പറയുന്നത്. അവർക്ക് എങ്ങനെയുള്ള ഗുണാനുഭവങ്ങളാണ് ലഭിക്കുക എന്ന് ഇന്ന് ചുരുക്കത്തിൽ നമുക്കറിയാം. തീർച്ചയായും ചില പ്രവചനങ്ങൾ സത്യമാകും. ഇവിടെ ഈ നക്ഷത്ര ജാതകരുടെ കാര്യത്തിൽ അത് 99% ശരിയായിരിക്കും. കഷ്ടകാലങ്ങളൊക്കെ മാറി, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും. അങ്ങനെ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെ നമുക്കറിയാം. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത് മറ്റാരുമല്ല, അശ്വതി നക്ഷത്രം തന്നെയാണ്. ഉള്ളിൽ ഒരുപാട് വേദനകൾ ഉണ്ടെങ്കിലും രക്ഷപ്പെടും എന്നൊരു തോന്നൽ അശ്വതി നക്ഷത്ര ജാതകർക്കുണ്ട്. ഇവിടെ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അധികം ഭാഗ്യം അനുകൂലമാകുന്നത് ഇവരുടെ ധനാഗമനം തന്നെയാണ്. ലോട്ടറി ഭാഗ്യമുണ്ട്, വിദേശത്ത് പോകാനുള്ള ഭാഗ്യമുണ്ട്, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഭാഗ്യമുണ്ട്. അങ്ങനെ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കും. അശ്വതിക്ക് ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും അശ്വതി നക്ഷത്ര ജാതകർ. ക്ഷേത്രദർശനം നടത്തണം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ഭാഗ്യമുള്ള നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രം തന്നെയാണ്. ഒരുപാട് കടബാധ്യതകൾ, ശരിയാണോ അല്ലയോ, ശരിയാണ് എങ്കിൽ ശരിയെന്ന് പറയുക. ഒരുപാട് കടബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കുന്ന സമയമാണ്. കടം കൊണ്ട് പൊറുതിമുട്ടുന്ന സമയമാണ്. അപ്പോൾ ആ ബാധ്യതകൾ, ആ പ്രശ്നങ്ങളൊക്കെ മാറി ഭരണിക്കിനി നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരാൻ പോവുകയാണ്. ഭരണി രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഭരണിയുടെ ഏറ്റവും നല്ല നാളുകളാണ് ഇനി വരാനിരിക്കുന്നത്. മൂന്നാമത്തെ ഭാഗ്യമുള്ള നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്ര ജാതകർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകണം. ശത്രുദോഷം കൊണ്ട് ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രമാണ്. അപ്പോൾ രോഹിണിക്കാർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതും വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നതും ഭാഗ്യം ഇരട്ടിക്കാൻ കാരണമാകും. രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പുതിയ വരുമാന മാർഗങ്ങൾ തെളിയും. ആരെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ തിരിച്ചടികൾ മാത്രമേ രോഹിണിക്ക് ലഭ്യമായിട്ടുള്ളൂ. തൻ്റെ ദുഃഖങ്ങളൊക്കെ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ കഴിയാത്ത ഒരു മാനസിക വ്യാധ ഇവരിലുണ്ട്. നിങ്ങളുടെ ദുഃഖം കേൾക്കാൻ ഈശ്വരനുണ്ട്. ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം മകീരമാണ്.
തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ഒരു വലിയ നേട്ടം, ഒരു വലിയ ഭാഗ്യം വന്നു ചേരുന്നു. വിശ്വസിക്കുക, ഈ പ്രവചനം സത്യമാകും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന സമയമാണിത്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന, ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരുന്ന ഒരു നക്ഷത്രമുണ്ട്. അത് മറ്റാരുമല്ല, പുണർത്ത നക്ഷത്രമാണ്. വീട് പണി പൂർത്തിയാക്കാനോ പുതിയ വീട് വയ്ക്കാനോ സാധിക്കും. ഒരുപാട് മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് പുണർത്ത നക്ഷത്ര ജാതകർ. എന്നാൽ ആ സങ്കടങ്ങളൊക്കെ മറന്നേക്കുക, ആ ദുരിത ദുഃഖങ്ങൾക്കൊക്കെ വിട നൽകുക. ഇനി നിങ്ങൾക്ക് ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വിട്ടൊഴിയും. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ നിങ്ങൾ എത്തിച്ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ആയില്യത്തിന് നേടിയെടുക്കാൻ കഴിയും. സർപ്പക്കാവിൽ 100 പാലം നടത്തി പ്രാർത്ഥന നടത്തുക. അടുത്ത നക്ഷത്രം ഉത്രമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. വിദേശത്ത് പോകാൻ സാധിക്കും. ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരും. ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യവും നേട്ടവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. വിദേശ യാത്രയ്ക്കുള്ള ആ തടസ്സങ്ങളൊക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. ആഗ്രഹങ്ങൾ സഫലമാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ആറ്റുകാൽ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. തീർച്ചയായും വലിയൊരു നേട്ടമാണ്, ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ഓർക്കുക, പ്രപഞ്ചശക്തികൾ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിമിഷമാണിത്. ഈ പ്രവചനം സത്യമാകും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായി സഫലമാകും. ഇനി പറയാൻ പോകുന്ന 3 നക്ഷത്ര ജാതകർക്ക് ഒരു അപ്രതീക്ഷിത ഭാഗ്യമാണ് കാത്തിരിക്കുന്നത്. ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അനിഴമാണ്. നിങ്ങളെ സംബന്ധിച്ച് പാരമ്പര്യ സ്വത്തുക്കൾ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരാൻ കഴിയുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. ഗണപതി ക്ഷേത്രത്തിലേക്ക് തേങ്ങ ഉടച്ച് പ്രാർത്ഥന നടത്തുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. വലിയൊരു മാറ്റം, വലിയൊരു ഭാഗ്യം, ഉയർച്ച ഒക്കെ വന്നു ചേരും. അതുപോലെ ഉത്രാട നക്ഷത്ര ജാതകർ, ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയം, പ്രശസ്തി, വിജയം ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും. രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അടുത്ത നക്ഷത്രം രേവതിയാണ്. കാലങ്ങളായി സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന ഭാഗ്യം വന്നു ചേരുന്നു. കുട്ടികളുടെ ഉയർച്ച, ഇവയിൽ നിങ്ങളുടെ മനസ്സ് നിറയുന്ന സമയമാണ്. കാലം നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്നത് വലിയൊരു മാറ്റമാണ്. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഈ പ്രവചനം സത്യമാകും. ഈ പറഞ്ഞ 11 നക്ഷത്രക്കാർക്കും കഷ്ടകാലം മാറി നല്ല സമയം വന്നെങ്കിലും ഈ ഭാഗ്യം നിലനിർത്താൻ ഈശ്വരവിശ്വാസം അത്യാവശ്യമാണ്. ജാതകവശാലുള്ള ചെറിയ ദോഷങ്ങൾ മാറാൻ അവരവർക്ക് സാധിക്കുന്ന വഴിപാടുകൾ നടത്തുക. മനസ്സിൽ നന്മയുള്ളവർക്ക് എന്നും ദൈവസഹായം ഉണ്ടാകും. നിങ്ങളിൽ വരാൻ പോകുന്ന ഈ മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക. ഒരിക്കൽ കൂടി പറയുന്നു, ഈ പ്രവചനം സത്യമാകും. ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഈ പ്രവചനം സത്യമാകും, ഉറപ്പാണ്.